നമസ്കാരം. UN സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാനെ നിശിതമായി വിമർശിച്ച ഇന്ത്യ. പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യാൻ സൈന്യത്തിന് അനുമതി കൊടുത്ത രാജ്യമാണെന്ന് ഇന്ത്യ പറഞ്ഞു. കരുതിക്കൂട്ടിയുള്ള വംശഹത്യയാണ് പാകിസ്ഥാന്റെ മുഖമുദ്ര. സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബിടാൻ സൈന്യത്തിന് അനുമതി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെക്കുറിച്ച് അപവാദ കഥകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഇന്ത്യയുടെ UN അംബാസിഡർ പർവതനേനി ഹരീഷ് വിമർശിച്ചിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ പാകിസ്ഥാൻ പ്രതിനിധിക്ക് ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യ. ജമ്മു കശ്മീരിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടക്കുന്നുണ്ട്, അതിനു പിന്നിൽ ഇന്ത്യ ആണെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിനിധിയുടെ ഇന്നത്തെ വിമർശനം. അതിനാണ് ഇന്ത്യയുടെ അംബാസിഡർ UN അംബാസിഡർ ചുട്ട മറുപടി നൽകിയത്. 1971 ഒരു പരിശോധനയുടെ പേരിൽ 4 ലക്ഷത്തോളം സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ, അനുമതി നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം നടത്തുന്നത് ലോകത്തിനെല്ലാം അറിയാം. എന്നിട്ടും ഇന്ത്യക്കെതിരെ വർഷാവർഷം അപവാദ പ്രചരണം നടത്തുകയാണ്. പാകിസ്ഥാന്റെ പെരുംനുണ ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സൈന്യത്തിന്റെയും ഭരണാധികാരികളുടെയും യഥാർത്ഥ നിറം ലോകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വംശഹത്യയും അതുപോലെ കരുതിക്കൂട്ടിയുള്ള ഉന്മൂലനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും മുഖമുദ്രയാക്കിയ ഒരു രാജ്യമാണ്. ആ രാജ്യം ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തിട്ട് മറ്റുള്ളവർക്കെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ അംബാസഡർ UN-ൽ ആരോപിച്ചത്. സ്ത്രീകൾ സമാധാനവും സുരക്ഷയും എന്ന പൊതു ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യയുടെ അംബാസഡർ പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പാകിസ്ഥാൻ നടത്തുന്നത് വ്യവസ്ഥാപിതമായ വംശഹത്യ എന്നായിരുന്നു ഇന്ത്യയുടെ ആരോപണം. ഇതാദ്യമായിട്ടല്ല ഒരു അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒളിയമ്പ് ചെയ്യുന്നത്. നേരത്തെ UN അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നായിരുന്നു അന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ അതിന് ചുട്ട മറുപടി തന്നെ ഇന്ത്യയുടെ പ്രതിനിധി നൽകി. പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങൾ, പാകിസ്ഥാന്റെ ഉള്ളിലുള്ള തീവ്രവാദി ക്യാമ്പുകളൊക്കെ തന്നെ ആക്രമിച്ച് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന്റെ തകർന്ന വിമാനത്താവളത്തിന്റെ, പാകിസ്ഥാന്റെ തകർന്ന റൺവേയുടെ ഒക്കെ ദൃശ്യങ്ങളും ഫോട്ടോയും ഒക്കെ ഇന്ത്യയുടെ പക്കലുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഒരു വിമാനത്തിന്റെ ഒരു പെയിന്റ് ഇളകിയ ഒരു ദൃശ്യം തെളിവായി കാണിക്കാനുണ്ടോ എന്നായിരുന്നു ഇന്ത്യയുടെ വെല്ലുവിളി. അങ്ങനെ ഷഹബാസ് ഷെരീഫ് തന്നെ പൊതുവേദിയിൽ നാണം കെട്ട് അന്ന് തൊലിയുരിഞ്ഞാണ് പോയത്. ഇപ്പോൾ ഇതാ വീണ്ടും UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യയെ ചൊറിഞ്ഞ പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രതിനിധിയുടെ ചുട്ട മറുപടി. 1971 ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ 4 ലക്ഷത്തോളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ സൈന്യത്തിന് അനുവാദം കൊടുത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇത്രയും വലിയ വിമർശനം പാകിസ്ഥാൻ ഇനി സഹിക്കാൻ കഴിയില്ല. പാകിസ്ഥാനെ പൊതുവേദിയിൽ നാണം കെടുത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ തൊലിയുരിച്ചു വിട്ടിരിക്കുന്നു ഇന്ത്യൻ പ്രതിനിധി.